ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ DF2 ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗ്രാനി ഗെയിം പ്ലേ ഗ്രാനി 1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പരിപാടി ഡോർ എസ്കേപ്പാണ്. നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാം. ഓക്കെ, കാർ എസ്കേപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ നമുക്ക് ഗ്രാനിയുടെ അമ്മ എടുത്തോട്ട് പോകാം. ഗ്രാനിയുടെ അമ്മയെ വെപ്പൺ കീ. ഗ്രാനിയുടെ അമ്മയൊക്കെ പിന്നെ പിടിക്കും. നമുക്കിപ്പോൾ വെപ്പൺ എടുത്തിട്ട് വരും. വെപ്പൺ കിട്ടി. നമുക്ക് ഗ്രാനി ഒരു തവണയെങ്കിൽ നമുക്ക് അടിച്ചിടാം. ഗ്രാനി പുറയിലുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയാലോ? വേണ്ട. സൗണ്ട് ഉണ്ടാക്കണോ? സൗണ്ട് ഉണ്ടാക്കിയാൽ ചെരിപ്പം വരുമായിരിക്കും. ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ട്രാപ്പൊക്കെ തുടക്കത്തിൽ തന്നെ ഇട്ടേക്കുന്നു. ഗ്രാനി. ഓക്കെ, നമ്മളിപ്പം ഫസ്റ്റ് കൊന്നിട്ടുണ്ട് നമ്മൾ ഗ്രാനി ചേച്ചിയെ. 2 മിനിറ്റത്തേക്ക് വെക്കോ. നമുക്ക് സ്ക്രൂ ഡ്രൈവർ അടിച്ചിടാം. എനിക്കൊന്ന് സ്ക്രൂ ഡ്രൈവറിൻ്റെ അവിടെ നിന്ന് മിക്കവാറും കാർക്കി ആയിരിക്കും കിട്ടുന്നത്. കാർക്കി അല്ലെങ്കിൽ പാറ്റ്ലോക്കി നോക്കാം. കാർക്കിയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യും. ഓക്കെ, പാറ്റ്ലോക്കി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്യും. നോക്കാം. ഗൈസ്, കാർക്കി. ഓക്കെ, കാർ എസ്കേപ്പാണ്. ഇനി എന്തൊക്കെ വേണം? ബാറ്ററി വേണം, എൻജിൻ പാർട്ട് വേണം, പിന്നെ മറ്റേ നീഡിൽ പോലിരിക്കുന്ന സാധനം വേണം, പിന്നെ ഫ്യൂവൽ വേണം. അത്ര പടി. പാഡ്ലോക്കി വേണമല്ലേ? ആ സൗണ്ട് ഉണ്ടാണ്. ബേർഡ് സീഡ്. ഓക്കെ, ഷോട്ട് ഗണ്ണിൻ്റെ പാട്ട് നമുക്ക് വേണ്ട. നമുക്ക് വെപ്പണുണ്ട്. എന്തോ ചെയ്യാൻ ബേർഡ് സീഡ് നമുക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. ബേർഡ് സീഡ് നമുക്ക് കൊണ്ട് കൊടുക്കാം. ഗ്രാനി എഴുന്നേറ്റെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് വേഗം കൊണ്ട് കൊടുക്കാം. ഇനി നമ്മളെ അടിച്ചിടും. റിവഞ്ച് എടുക്കും ഗ്രാനി. അതിന് മുന്നേ നമുക്ക് പോയി എടുത്തിടാം. ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ട്. അപ്പോൾ വേറൊന്നും കളിക്കാനില്ല, അതുകൊണ്ട് ഗ്രാനി അങ്ങ് കളിച്ച്. മാസ്റ്റർക്ക് ആവശ്യമില്ലല്ലോ. ഫ്യൂവൽ. ഓക്കെ, അപ്പോൾ ഫ്യൂവലും കിട്ടി. ഇനി എൻജിൻ പാർട്ട് വേണം. നീഡിൽ പോലിരിക്കുന്ന മറ്റേ സ്പാർക്ക് പ്ലഗ് വേണം, പിന്നെ ബാറ്ററി വേണം, എൻജിൻ പാർട്ട് വേണം, വെഞ്ച് വേണം അല്ലേ? നമുക്ക് നോക്കാം. ഗൈസ്, മുകളിലിരിക്കുന്ന വെഞ്ചെടുത്താൽ മറ്റേ സെറ്റിങ്സിൻ്റെ വെഞ്ചെടുത്ത് നമുക്ക് മുറുക്കാം. ഓക്കെ, ഫ്യൂവൽ അറിയാം. നോക്കട്ടെ. വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ഗ്രാനി എഴുന്നേറ്റ് എവിടേക്കോ സൗണ്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും. അതിന് മുന്നേ നമുക്ക് മറ്റേ പുറവശത്തോട്ട് പോകാം. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഗൈസ്, ഞാൻ വീഡിയോസൊന്നും കട്ട് ചെയ്തൊന്നും അല്ല കേട്ടോ വരുന്നത്. കട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടൊന്നും കട്ട് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ എങ്ങനെയാണോ കളിക്കുന്നത് അത് തന്നെ കാണുന്നത്. ആണ് നീഡിൽ ഇവിടെ വന്ന് കിടക്കുന്നത്. ഗ്രാനിയെ കൊന്നപ്പോൾ നീഡിൽ ഒഴുകി വന്നിരിക്കും. നീഡിലെങ്ങനെ ഇവിടെ വന്ന്? ഞാൻ മുകളിൽ വെച്ചില്ലേ കൊന്ന്? നോക്കാം. ഇതേരെ അടുക്കള ഭാഗത്തോട്ട് പോയി നമുക്ക് കിണറിൽ നിന്ന് എന്തോ കിട്ടുന്നതെന്ന് നോക്കാം. മിക്കവാറും ഹാമർ അല്ലെങ്കിൽ വുഡൻ സ്റ്റിക്ക്, ഇത് രണ്ടിലെന്തെങ്കിലും ഒന്ന് കിട്ടും ഉറപ്പാണ്. കറങ്ങ്. എന്തായിരിക്കും കിട്ടുന്നത്? ഹാമർ. ഞാൻ പറഞ്ഞില്ലേ ഹാമർ. ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ ഒരു ഇച്ചിരിയും കൂടി ഒന്ന് ഇമ്പ്രൂവ് കാണാൻ പറ്റും. കാരണം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എക്സ് റെക്കോർഡർ എന്ന് പറയുന്നൊരു ആപ്പാണ്. അത് ആവശ്യത്തിന് നല്ലൊരു ആപ്പാണ്. നിങ്ങളാരെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു തുടക്കക്കാർക്കൊക്കെ എക്സ് റെക്കോർഡർ നല്ലതായിരിക്കും.
പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒത്തിരി സ്പേസ് എടുക്കും. ലൈക്ക് ഇത് 4 മിനിറ്റത്തെ വീഡിയോ ആണെങ്കിൽ ഏകദേശം 1/2 GB എടുക്കും. 1/2 GB അത് 500 MB എടുക്കും. ഒരു 20 മിനിറ്റത്തെ ആണെങ്കിൽ 1.85 GB ഒക്കെ എടുക്കും സ്പേസ്. ഇപ്പോൾ സ്പേസൊക്കെ ഉള്ള നല്ല ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ് റെക്കോർഡർ എടുത്ത് കളിക്കാം, നല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കട്ടെ ഗൈസ് അടുത്തെല്ലാം പറ്റുമെന്ന്. അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ള, ആർക്കെങ്കിലും ഈ വീഡിയോ ഈ ഗെയിം കളിക്കണം ആ ഗെയിം കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കളിക്കാം. പക്ഷേ കൂടിയ ഗെയിംസ് ഒന്നും പറഞ്ഞേക്കില്ലേ. ലൈക്ക് ഇപ്പോൾ ഈ ക്യാഷ് കൊടുക്കുന്ന ഗെയിംസൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒന്നും പറയല്. നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല, അതിൻ്റെ വിഷമമുണ്ട് ഗെയ്സ്. വിഷമമുണ്ട്. ഞാനെന്തേടി കാണിക്കുന്നത്? അങ്ങോട്ട് വെക്കടി. അവിടെ ഗ്രാനി വരുന്നു. എനിക്കൊന്ന് ഗ്രാനിക്ക് കണ്ണ് കാണാൻ വയ്യ, എന്താ തോന്നുന്ന കേട്ടോ. അതുകൊണ്ട് അവിടെ വന്ന് എത്തി നോക്കിയിട്ട് അങ്ങ് പോവും. പിന്നെ എനിക്ക് ഈ വീഡിയോയ്ക്ക് ഒരു 1K വേണ്ട, ആദ്യത്തെ വീഡിയോ അല്ലേ, ഒരു 100 ലൈക്കും ഒരു 50, അതായത് ഇപ്പോൾ എനിക്ക് 25 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിലും, അതായത് 100 ലൈക്കും വേണം, 50 സബ്സ്ക്രൈബേഴ്സും വേണം. ഇത് രണ്ടും എനിക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ 10 രൂപയുടെ റെഡീം കോഡൊക്കെ വെക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് ഞാൻ ടോപ്പപ്പ് ചെയ്ത് തരും, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ കിട്ടണം, എന്നാലേ ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ റെഡീം കോഡ് വേണ്ടവർ താഴെ റെഡീം കോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഗ്രാനി അമ്മൂമ്മയ്ക്ക് ഒന്ന് പൊക്കൂടെ, ഞാൻ താഴോട്ടെടുത്തെങ്കിൽ ആഡിയേസ്. പിന്നെ ഇൻസ്റ്റയിൽ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ QR കോഡ് കൊടുത്തേക്കാം, നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ മതി. എന്താ വേണ്ട, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അടുത്ത ഇതിൽ ബയോയിൽ, ഫയലിൽ കയറിയാൽ മതി. സത്തിടുവേ എനിക്ക് ചത്തു. നമുക്ക് സ്പൈഡർ കീ ഇതുവരെയായിട്ടും കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ ബുക്ക് എടുത്തുകൊണ്ട് വെച്ച് സ്പൈഡറിനെ പിടിച്ചാലോ? എന്തെങ്കിലും അങ്ങനെ ചെയ്യാം. ഇതിനകത്തൊന്നും ഒന്നും കാണത്തില്ല ഗൈസ്, കാർ എസ്കേപ്പിന് വേണ്ടിയിട്ടൊന്നും കാണത്തില്ല. കട്ടിങ് പ്ലേയേഴ്സ് ഗ്രാനിയായിരിക്കുമെന്ന് ഗൈസ്, ഞാൻ പേടിച്ചു പോയി. അതൊക്കെ ട്രാപ്പ് ഇട്ടേക്കുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. ഗൈസ് അവിടെ താഴെ റിമോട്ട് കിടപ്പുണ്ട്, നമുക്കത് എടുക്കാം. അപ്പം നമുക്കതെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഇനി എന്തൊക്കെയാണ് ഗൈസ് വേണ്ട? കുറേ സാധനങ്ങൾ വേണം. എന്തൊക്കെയാണ് ഇവിടെ? ഒന്നുമില്ല. ടെഡി വെപ്പണ്ട് അടുത്ത് പറഞ്ഞ് ടെഡി കൊണ്ടുവച്ചാലോ? ടെഡിയെ കൊണ്ട് വെക്കാൻ പറ്റുമോ? പറ്റും. നമ്മളത് ഓപ്പൺ ചെയ്തിട്ടേക്കോ. ഗ്രാനി ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സീന്. അതിന് മുന്നേ നമുക്ക് കൊണ്ട് വെക്കാം. ഗൈസ് ഞാനിപ്പം മൈക്കൊന്നുമില്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് തന്നെ വോയിസൊക്കെ ഇച്ചിരി എരപ്പായിരിക്കും. നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കഷ്ടമുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കണ്ട് വാച്ച് അവേഴ്സും വ്യൂവേഴ്സും എല്ലാം ഒന്ന് കൂട്ടിത്തരിക. റെഡീം കോഡ് വേണ്ടവർ മാത്രം. ഗൈസ് ഈ വീഡിയോയിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രീ ഫയറിലാണ്. അവൻ്റെ പേര് OTK യോഗി എന്നാണ്. അവൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, OTK യോഗി എന്നാണ് പേര്. പക്ഷേ ഈ ചെറുക്കനാണെങ്കിൽ ഞാൻ ഒരു 6 വർഷമായിട്ട് സ്കൂളിൽ പഠിക്കുന്നതാണ് അവൻ്റെ. അപ്പം ഇവനാണെങ്കിൽ പറയുക, ഞാനാണെങ്കിൽ
ഇവൻ്റെ സബ്സ്ക്രൈബറാണ്. ആൻഡ് ഞാനൊരു ഗിഫ്റ്റ് അവൻ അയച്ചു കൊടുത്തു. ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ട് അവൻ എന്നെ ഫ്രണ്ടാക്കി. അല്ല ഗൈസ്, നമ്മൾ കുറേ നാളായിട്ട് അവൻ്റെ ഫ്രണ്ടാണ്. ആൻഡ് ഗിഫ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇതിനാണ് ഞാൻ അയച്ചു കൊടുത്തത്. ഇനി ഞാൻ അയച്ചു കൊടുക്കത്തില്ല. ഓക്കെ, മിക്കവാറും അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരും. ഓക്കെ, നമ്മൾ ഗ്രാനി ഒന്നുകൂടി അടിച്ചിട്ട് നമുക്ക് സ്പൈഡറിനെ തുറക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പാവമല്ലേ, ജീവിച്ചു പോട്ടെ. ഞാൻ ഡോർക്കി ഒന്നും വേണ്ട, മാസ്റ്റർക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് കാർ എസ്കേപ്പ് തന്നെയാണ്. ഓക്കെ, നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്ത് താഴെ പോയി ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു സ്പൈഡറിൻ്റെയൊക്കെ ഇച്ചിരി വലിയ പണിയാണ് കേട്ടോ. എന്ത് ചെയ്യും? ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. ഞാൻ സാധാരണ വീറ്റയിലാണ് എഡിറ്റ് ചെയ്യാറ്. ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ചെറുക്കൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് എന്ത് ചെയ്യാനെന്ന് പറ, പാവം ഗ്രാനിയുടെ വീട്ടിൽ കുടുങ്ങിയും പോയി. അപ്പം എനിക്ക് തോന്നുന്നതേ, എന്തുവാടി ഇവനിവിടെ ചിലന്തിയൊക്കെ വളർത്തി. ഗ്രാനി ചിലന്തിയൊക്കെ വളർത്തി. എനിക്ക് തോന്നുന്നു ഇത് പണ്ടൊരു സൂ ആയിരുന്നു. അപ്പം അറിയാതെ ഗ്രാനി ഇവിടെ വന്ന് ഗ്രാനിയൊക്കെ ചിലന്തി അടിച്ച്, അങ്ങനെ ഗ്രാനി ചിലന്തിയും കടിച്ച് ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായെന്നാണ് തോന്നുന്നത്. അതല്ലേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഗൈസ്, നമുക്ക് ഇവിടുന്ന് ബാറ്ററി കിട്ടിയാൽ മതിയായിരുന്നു. രണ്ടാമത്തെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട, രണ്ടാമത്തെയാണ്. മീറ്റ് നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു, ആവശ്യമില്ല. ചിലന്തി ഇല്ല, വേഗം ഓടിപ്പോകാം. നമുക്ക് സ്ക്രൂ ഇട്ട് തുറക്കാം. ഇതെൻ്റെ ഒരു ട്രിക്കാണ് ഗൈസ്. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ വരുന്നു നോക്കും. എൻജിൻ പാർട്ട് ഇവിടെ കിടപ്പുണ്ട്, അപ്പോൾ അതും സെറ്റ്. ഇതിനകത്ത് പാഡ്ലോക്കി മതിയായിരുന്നു. എനിക്ക് തോന്നുന്നു മാസ്റ്റർ കീ കിട്ടിയല്ലോ, പാഡ്ലോക്കി ആയിരിക്കും. കാരണം സ്ക്രൂ തുറക്കുന്നതിനകത്ത് എല്ലാത്തിനകത്ത് അതുപോലത്തെ സേഫ് കീ. നമുക്ക് ഇതിനും കൂടി പോയി നോക്കാം. എനിക്ക് രണ്ടല്ലേ തുറക്കണ്ട, രണ്ട്. നമുക്ക് രണ്ടിന് പകരം ഒന്ന് തുറന്നു തരൂ. വേണ്ട, ചുമ്മാ എന്തിനാ പണി ഒപ്പിക്കുന്ന. രണ്ടേ നോക്കാം. മെലൺ എന്തോ ചെയ്യും? മെലനകത്ത് വല്ല ചെറിയ സാധനമായിരിക്കും. ആ പാഡ്ലോക്കി ആയിരിക്കും. നമുക്ക് നോക്കാം. ഞാൻ ഇവിടുന്ന് കിട്ടിയ എല്ലാ സാധനവും എടുത്ത് താഴെ ഇട്ടിട്ട് നമുക്ക് ബാക്കി കാണാം. താഴെ അല്ല, പുറത്തിട്ടിട്ട് നമുക്ക് കാണാം. ഓക്കെ, എല്ലാം പുറത്തിട്ടിട്ട് കാണാം. ശരി എന്നാൽ ഗൈസ്, നമ്മളെല്ലാം അങ്ങനെ ഇട്ടിട്ട് തുടങ്ങി. നമുക്ക് നോക്കാം. ഗൈസ്, സ്പൈഡർ എന്നെ കണ്ട് ഗൈസ് എന്നെ പിടിച്ച്. അപ്പം ഡേ 2 ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ അവിടെ ചെന്ന് വീണ്ടും അതെല്ലാം എടുത്തിട്ട് എന്തൊക്കെ പണിയുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ടിട്ട് നമുക്ക് കാണാം ഗൈസ്. ഞാൻ ആ സ്പൈഡറിൻ്റെ അവിടെ പോയി എല്ലാം എടുത്തിട്ടിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെല്ലാം എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് പ്ലേ ഹൗസ് കീയും കൂടി അവിടെ നിന്ന് കിട്ടി, അതുകൂടി ഞാൻ ഇഞ്ഞെടുത്ത് സേഫ് കീ വെച്ച് സേഫ് ഒന്ന് തുറന്ന് നോക്കാം, എന്തായിരിക്കും നോക്കാം. ഐ തിങ്ക് ആ വുഡൻ സ്റ്റിക്ക് ആർക്ക് വേണം. സേഫ് കീ അവിടെ വല്ലതും ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത മെലൺ എടുക്കാം. അതല്ല അതിൻ്റെ ഒരു ലത്. പിന്നെ അതെങ്കിലും ബാഡ്ലോക്ക് കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് ഇടവഴി കൂടി കയറിപ്പോവാം. അതല്ലേ അതിൻ്റെ ഒരു ലത്. ഏത് ലത്? ഓക്കെ, നമ്മൾ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ്. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, പാഡ്ലോക്കി ഗൈസ്, പാഡ്ലോക്കി കിട്ടി. അങ്ങനെ ഏറ്റവും പാടുള്ള സാധനം കിട്ടി. ഇനി എന്താ വേണ്ട? ബാറ്ററി വേണം അല്ലേ, സ്പാർക്ക് പ്ലഗും വേണം അല്ലേ. ഞാൻ അവിടെ ഒരു സൗണ്ട് ഉണ്ടാക്കി ഗൈസ്, ഗ്രാനി വരാനേ. ഓക്കെ, ഗൈസ് ഇവിടെയൊക്കെ ട്രാപ്പ് ഇട്ടേക്കുന്നു. ഞാനെന്തിനാ മുകളിലോട്ട് പോകണോ? എന്നാലും എനിക്ക് അപ്പോഴേ തോന്നി ഗൈസ് വീഴുമെന്ന്. ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ. ഗ്രാനി
നമുക്ക് കാർ എസ്കേപ്പിനാണ് നമ്മൾ നിന്നത്. പക്ഷേ നമ്മുടെ കയ്യിലിപ്പം ഹാമറുണ്ട്, പാഡ്ലോക്ക് കിട്ടി, മാസ്റ്റർ കീ കിട്ടി, ഇനി കട്ടിങ് പ്ലേസും കിട്ടി. അതുകൊണ്ട് നമുക്കങ്ങ് എസ്കേപ്പ് ആവുന്നതല്ലേ അതിൻ്റെ ഒരു അത് ഡോർ വഴി അങ്ങ് എസ്കേപ്പ് ആവാം, അതല്ലേ അതിൻ്റെ ഒരു ഇത്. നമ്മൾ കാർ എസ്കേപ്പ് നേരെ ഡോർ എസ്കേപ്പ് ആക്കിയിട്ടുണ്ട്, അതല്ലേ നല്ലത്. എനിക്കൊന്ന് മാസ്റ്റർ കീ ഞാൻ മുകളിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്താ വേണ്ടത്? ഒരു കട്ടിങ് പ്ലേസ് വെച്ച് 2 കട്ട് ചെയ്യണം. ഇനി അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് ആവാമെന്നാണ് തോന്നുന്നു. ഗൈസ് ഞാൻ കട്ടിങ് പ്ലേയേഴ്സ് എവിടെയോ കണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി എവിടെയാണെന്ന്. ഞാൻ മാസ്റ്റർ കീ അവിടെ ഡ്രോപ്പ് ചെയ്ത് തൽക്കാലത്തേക്ക് നോക്കട്ടെ. വുഡൻ സ്റ്റിക്കൊന്നും ആവശ്യമില്ല. ഞാൻ എന്തായിരുന്നു എടുക്കാൻ പറഞ്ഞത്, ഞാൻ മറന്നുപോയി. ക്രോസ്ബോ, ഓക്കെ, നമുക്ക് ക്രോസ്ബോ തൽക്കാലം എടുക്കാം. ഇപ്പോഴത്തേക്ക് ഗ്രാനി ഞോടി വരും. എനിക്കൊന്ന് അവിടെ കണ്ട് നീഡിൽ ഞാൻ കണ്ടായിരുന്നു. എവിടെ ആയിരുന്നു നീഡിൽ? ഞാൻ ഓക്കെ കിട്ടി. അയ്യോ ഗ്രാനി കൊന്നു. എനിക്ക് അതിന് മുകളിലെങ്ങാണ്ട് കട്ടിങ് പ്ലേസ്, നമ്മൾ കട്ടിങ് പ്ലേസ് മുകളിൽ വെച്ചായിരുന്നു ഗൈസ് കണ്ടത്. ഇവിടെ അല്ല, അപ്പുറത്തായിരുന്നു. അത് ഇപ്പുറത്തെ ഇവിടെ അല്ലേ? കട്ടിങ് പ്ലേസ്. ഇനി നമുക്ക് 2 വയറും കൂടി കട്ട് ചെയ്താൽ മതിയെന്നാണ് തോന്നുന്നത്. അത്രയേ ഉള്ളൂ, വലിയ പരിപാടിയൊന്നുമില്ല. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു 19 മിനിറ്റ് എഡിറ്റൊക്കെ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നൊരു 21 മിനിറ്റ് 22 മിനിറ്റ് കാണും. ഒരു വയർ നമ്മൾ കട്ട് ചെയ്ത്, രണ്ടാമത്തെ വയർ കട്ട് ചെയ്യാം. ഓക്കെ, 2 വയറും കട്ട് ചെയ്ത് ഇനി മാസ്റ്റർ കീയും കൂടി മതിയെന്ന് തോന്നുന്നു നമ്മൾ എസ്കേപ്പ് ആവാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു എസ്കേപ്പ് ഫ്രം ഗ്രാനീസ് ഹൗസ്. Okay, can you escape? Yes guys, we escaped from Granny's house and thanks for watching. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.